ക്രിക്കറ്റിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ എല്ലാ വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. വേൾഡ് കപ്പിന്റെ സൂപ്പറിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടം മത്സരങ്ങളും വിജയിച്ച് ഇന്ത്യ ആത്മവിശ്വാസത്തിലാണ്. സൂപ്പർ 8 കടക്കുമ്പോൾ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. കളിച്ച 3 കളിയും ജയിച്ചാണ് ഇന്ത്യ വരുന്നത്. ഞായറാഴ്ച രാത്രി 7-ന് സൗത്ത് ആഫ്രിക്കയായിട്ടാണ് ഇന്ത്യയുടെ ആദ്യ സൂപ്പർ 8 മത്സരം വരുന്നത്. അതിനുശേഷം സിംബാബ്വേയും വെസ്റ്റ് ഇൻഡീസിനെയും നേരിടും. 26-ാം തീയതി സിംബാബ്വേയായിട്ട്, മാർച്ച് 1 വെസ്റ്റ് ഇൻഡീസായിട്ട്. ഇങ്ങോട്ട് എടുത്താൽ ഇന്ത്യ ഇതുവരെ കളിച്ച കളിയിൽ സ്പിന്നർമാരുടെ മുന്നിൽ മാത്രം ഇന്ത്യക്ക് മുട്ടിയിടിക്കുന്നതായിട്ട് കാണാം. പാകിസ്ഥാന്റെ മുന്നിൽ മാത്രമല്ല, ഇന്ത്യ കളിച്ച അസോസിയേറ്റ് രാജ്യങ്ങൾ USA, സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഈ ടീമിനെതിരെ ഇന്ത്യക്ക് മുട്ടിയിടിച്ചതായിട്ട് കാണാം. ബാറ്റും പോലും സ്പിന്നിനെ നേരിടാൻ വിഷമിച്ചു. ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായ ഇത് തുറന്നു പറയുകയും ചെയ്തു. ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് ടൂർണമെന്റിൽ ഇതുവരെ 4 മത്സരങ്ങളിൽ 3 മത്സരത്തിലും ബെഞ്ചിലിരിക്കേണ്ടി വന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണെ ഇനി പരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചന നൽകി. ഇവിടെ സൂപ്പർ 8 സഞ്ജുവിനെ കാണാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഇന്ത്യ ആകെ നേരിട്ടുന്ന 42 ഓവറുകളാണ്. നേടാൻ കഴിഞ്ഞത് 7 റണ്ണിൽ 315 റണ്ണ് മാത്രമാണ്. ഇതിൽ 15 വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട്. നടന്ന കളിയിൽ തൈ മഹ്സൂദിനെയും ഉസ്മാൻ താലിക്കിനെയും നേരിടാൻ ഇന്ത്യ വിഷമിപ്പിച്ചു ഇന്ത്യനെ. USA, നമീബിയ, നെതർലൻഡ്സ് പോലെയുള്ള ചെറിയ ടീമുകളുടെ ബോളിംഗ് സ്പിന്നർമാരും ഇന്ത്യനെ വേർപ്പിച്ചു. ബോളർമാർ ഒരുപാട് സ്പിന്ന് നമുക്ക് എറിഞ്ഞതായിട്ട് ക്രിക്കറ്റ് ഇന്ത്യയുടെ കോച്ച് ചൂണ്ടിക്കാണിച്ചു. ബോളിംഗ് കോച്ച് ഒരുപാട് ഇടൻ കൈ ബാറ്റർമാർ നമ്മുടെ സ്ക്വാഡിലുള്ളത് തന്നെയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അത് വലിയ വെല്ലുവിളി തന്നെയാണ് ചൂണ്ടിക്കാണിച്ചു. നമുക്ക് ഒരുപാട് ഓപ്ഷനുകളില്ല, പക്ഷേ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ പുറത്തിരിക്കുന്നെന്നും ചൂണ്ടിക്കാണിച്ചു. പുറത്തിരിക്കുന്നത് കൊണ്ടും സ്പിന്നർമാർക്ക് എതിരെ ഒരു വജ്രമായുധമായിട്ട് സഞ്ജുവിനെ ഉപയോഗിക്കാം എന്നും ചൂണ്ടിക്കാണിച്ചു. ടോപ്പ് 8 എടുക്കുകയാണെങ്കിൽ വലങ്കൈയും ബാറ്റർമാരായിട്ട് ടീമിൽ ആകെ ഉള്ളത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും മാത്രമാണ്. ശർമ്മ, തിലക് വർമ്മ, ഇഷാൻ കിഷൻ, അക്ഷർ പട്ടേൽ, ശിവൻ ദുബെ തുടങ്ങിയവരെല്ലാം തന്നെ വലങ്കൈയും ബാറ്റർമാരാണ്. 3 ഡെക്കുകൾക്ക് അഭിഷേക് ശർമ്മ പോയി. അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസനെ കൊണ്ടുവരൂ എന്നാണ് ഇനി കാണാനുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഇനി ഇന്ത്യ ഒരു പരീക്ഷണത്തിന് മുതിരും എന്നും. ആകെ ഒരു കളി മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 28 ബോളിൽ നിന്ന് 22 റണ്ണ് എടുക്കുകയും ചെയ്തു. ഇന്ത്യ ഏറ്റവും വലിയ സ്ട്രഗിൾ ചെയ്യുന്നത് സ്പിന്നർമാർക്കെതിരെയാണ് ക്രിക്കറ്റ് കോച്ച് ചൂണ്ടിക്കാണിച്ചു. മുന്നോട്ട് പോകുമ്പോൾ സെമിയിലൊക്കെ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ സ്പിന്നിനെ നേരിടാൻ കൂടുതൽ സജ്ജീകരണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബാറ്റർമാർ എല്ലാവരും തന്നെ സ്പിന്നിൽ നോക്കി കളിക്കണമെന്ന് ഉദ്ദേശം കോച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് ഈ ക്രിക്കറ്റ് വീഡിയോയിലൂടെ പറയാനുള്ള. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. നന്ദി, നമസ്കാരം.